ഹായ്, അങ്ങനെ കാത്തിരുന്ന നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്ന അപ്പച്ചമ്പ് എത്തിയിട്ടുണ്ട്. ഒത്തിരി നാളായി ആഗ്രഹിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ അപ്പച്ചമ്പ് വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഒത്തിരി റിവ്യൂസൊക്കെ നോക്കി ഞാൻ ഒരെണ്ണം ബുക്ക് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അലുമിനിയത്തിൻ്റെ അപ്പച്ചമ്പേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. പാക്കിംഗ് ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. 2 ബോക്സിനകത്ത് നല്ല സേഫായിട്ടായിരുന്നു പാക്ക് ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇതിനകത്തെ പാത്രങ്ങളുടെയൊക്കെ ക്വാളിറ്റി എന്തേലും ഉണ്ടെന്ന്. ഞാൻ ജെനുവിൻ ആയിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ. ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള അഭിപ്രായം കൂടി ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പം വേണ്ടവർക്കൊക്കെ അതൊക്കെ കണ്ടിട്ട് വാങ്ങിക്കാമല്ലോ. നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ. അപ്പോൾ അതിനകത്തൊരു പറ്റിയൊന്നും നടക്കാതെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ബോക്സിനകത്ത് ഇതാ ഉള്ള പാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഈ അപ്പച്ചമ്പ് മേടിക്കാൻ തന്നെ കാരണം എല്ലാ ഇതിനകത്തും ഈ പിടിച്ചെടുക്കുന്ന ആ സാധനമല്ലേ സ്റ്റീലിൻ്റെ, അതെല്ലാത്തിനകത്തും പ്ലാസ്റ്റിക്കാണല്ലേ. അപ്പം ഞാൻ സ്റ്റീൽ നോക്കി വാങ്ങിച്ചാണ്. പ്ലാസ്റ്റിക് ചൂടാവുന്ന അഴുക്കാന്നല്ലേ പറഞ്ഞത്. ഇങ്ങനെ 3 തട്ടാണ് അതിനകത്തുള്ളത്. ഇതിന് രണ്ടിനും നല്ല കട്ടിയുണ്ട് കേട്ടോ. 3 സ്റ്റീമറാണ്. ആ ഹോൾസ് ഉള്ളതിന് വലിയ കട്ടിയൊന്നുമില്ല. നമുക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അടുത്തത് ഇതുപോലത്തെ ഇഡ്ഡലിത്തട്ടാണ്. ഇഡ്ഡലിത്തട്ട് 2 എണ്ണം ഉണ്ട്. ഇതിനും വലിയ കട്ടിയെന്നൊന്നും പറയാനില്ല. മീഡിയം ടൈപ്പിലുള്ള ഒരു കട്ടി തിക്നെസ്സൊക്കെ ഉള്ളൂ. പക്ഷേ കുഴിവ് കുറവാണ്. നമ്മുടെ അലുമിനിയം അപ്പച്ചമ്പിലുള്ളതുപോലെ കുഴിവില്ല. 7 14 ഇഡ്ഡലിക്കുള്ളതുണ്ട്. വലിയ കുഴിവില്ല. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ കാണിച്ചു തരാവേ. ഈ പാത്രത്തിനും വലിയ തിക്നെസ്സൊന്നുമില്ല. ഒരു മീഡിയം ഭാരമൊക്കെ ഉള്ളൂ. നമ്മുടെ അലുമിനിയം അപ്പച്ചമ്പിൻ്റെയൊക്കെ അത്രയും തൂക്കമൊക്കെ ഉള്ളൂ. സാധാരണ സ്റ്റീലിന് തൂക്കം കൂടുന്നതനുസരിച്ചല്ല അതിൻ്റെ ക്വാളിറ്റി. അതിന് പറയത്തക്കതായ ഇതൊന്നുമില്ല. അടിയിലൊരു കോപ്പറിൻ്റെ കോട്ടിങ്ങൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ വെയിറ്റൊന്നുമില്ല. ഒരു മീഡിയം. നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞ് റിട്ടേൺ കൊടുക്കാവുന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ കൊടുക്കാവുന്നൊന്നും ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. റിട്ടേൺ കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇനിയും ദിവസങ്ങളുണ്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ പറ്റുമെങ്കിലൊന്ന് പറയണേ ആരെങ്കിലും ഒന്ന് കമൻറ്റിൽ. പിന്നെ ഞാനിതിനകത്ത് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാവേ. ഇന്ന് നമ്മളിതിനകത്ത് ഇഡ്ഡലി പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇഡ്ഡലി അതിനകത്ത് ആ കുഴി ചെറുതായതുകൊണ്ട് വളരെ നേർത്ത ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടുന്നത്. വലിയ തിക്നെസ് നമ്മൾ അലുമിനിയത്തിനൊക്കെ ചുടുമ്പോൾ നല്ല പഫി ആയിട്ട് വരികയല്ലേ. ഇത് ചെറുതായിട്ടാണ് ഇതുണ്ടോ. എന്നിട്ട് അതിൻ്റെ അടിയിലത്തെ തട്ടിൽ ഇഡ്ഡലിയിലോട്ട് മേളിലത്തെ ഉണ്ടോ ഒട്ടുന്നുമുണ്ട്. അതുകൊണ്ട് കുഴിഞ്ഞു പോയേക്കുന്നുണ്ട് ഇഡ്ഡലി പൊങ്ങി വന്നപ്പം. അങ്ങനെയൊക്കെയുള്ള കുറേ ഡിഫക്റ്റുകളുണ്ട് ഇതിന്. അതും വളരെ നേർത്ത ഇഡ്ഡലിയാണ്. ഒരാൾക്ക് കഴിക്കണ ഒരു 10 എണ്ണം കഴിച്ചാലേ വയറ് നിറയുള്ളൂ. അതുപോലെ ചെറിയ ഇഡ്ഡലിയാണ്. അപ്പോൾ തട്ടിയെന്നൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇളകി വരുന്നുണ്ട്. എന്നാലും ഇച്ചിരി സ്റ്റിക്കിയാണ്. ഇതുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിയിലത്തെ ആ കോപ്പർ ബോട്ടം എല്ലാം ഇങ്ങനെ ചൂടായപ്പോഴത്തേനും ചീത്തയായി പോയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് റിട്ടേൺ കൊടുക്കാവോന്ന് ആരെങ്കിലും ഒന്ന് പറയണേ. ഇതാണ് ഇതിൻ്റെ അവസ്ഥയെ. ഞാൻ എൻ്റെ ജെനുവിനായിട്ടുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ട